ഗൈസ് നമുക്ക് ഇന്നൊരു ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതുപോലത്തെ ഹെൽത്തി ഇടിയപ്പം റാഗിപ്പൊടി വെച്ചാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവർക്കും ഈ റാഗിപ്പൊടി വെച്ച് കുറുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. ഇതുപോലത്തെ ഇടിയപ്പവും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇടിയപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് അങ്ങ് പോവാം. റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. റാഗിപ്പൊടി വറുത്തെടുക്കാം. ചൂടുവെള്ളമൊക്കെ അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട്. തിളപ്പിക്കാൻ വേണ്ടി അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. റാഗിപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ റാഗിപ്പൊടി മുഴുവനായിട്ട് ഫുള്ളായിട്ടും ചേർത്തു. ഒരു ഗ്ലാസ് വെള്ളം ചേർത്താണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തത്. ഇനി നമുക്ക് ചൂടാറിയ ശേഷം നമുക്കിത് കുഴച്ച് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. റാഗിപ്പൊടി ചൂടുവെള്ളത്തിലൊക്കെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കുഴച്ചെടുക്കാം. നമ്മളിനി കുഴയ്ക്കുകയാണ് കൈവച്ച്. ഈ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴയ്ക്കുന്നതാണ്. നല്ല ചൂടുണ്ട്. നമ്മൾ എന്നാലും കുഴച്ചെടുക്കുകയാണ്. അല്ല ഗൈസ്, നമുക്ക് ഇടിയപ്പം കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്താലോ? നമുക്ക് റെഡിയാക്കി എടുക്കാം. ഗൈസ്, നമുക്ക് ഇനി തേങ്ങയും കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇടിയപ്പവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ആവിയിൽ റെഡിയാക്കി എടുക്കാം. ആവി വന്നിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് ഇടിയപ്പം ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇടിയപ്പവും കാര്യങ്ങളും വെച്ച് കൊടുത്തിരിക്കുകയാണ്. റെഡിയാക്കി എടുക്കാം. 25 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. 10 മിനിറ്റ് മതി റെഡിയാക്കി എടുക്കാൻ. പാത്രമൊക്കെ ഇനി തുറന്ന് നോക്കുകയാണ്. നമ്മുടെ ഇടിയപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇടിയപ്പവും കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ നോക്കി കാണാം. ഇനി ഇടിയപ്പം എല്ലാം സെർവിംഗ് വെയിലോട്ട് മാറ്റാം. ഹലോ ഗൈസ്, നമ്മുടെ ഇടിയപ്പവും കാര്യങ്ങളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളത് സെർവിംഗ് വെയിലോട്ട് മാറ്റിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ആണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.